എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. പുലർച്ചെ 3 മണിക്കുള്ള കൊട്ടിയൂർ അമ്പല പരിസരത്തെ ഒരു ദൃശ്യമാണ്. വലതുഭാഗത്ത് നിരനിരയായി അലങ്കാര ബൾബുകൾ തൂക്കിയിട്ട കണ്ടില്ലേ? അതിലൂടെയാണ് ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോകേണ്ടത്. പോലീസ് എയ്ഡ് പോസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം. ദക്ഷയാഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ദക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ? ദക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം കഴിവുള്ളവൻ, വിദഗ്ധൻ അല്ലെങ്കിൽ സത്യസന്ധത എന്നാണ്. ഭാഗവത പുരാണമനുസരിച്ച് കുട്ടികളെ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായതിനാലാണ് ദക്ഷന് ഈ പേര് ലഭിച്ചത്. പുരാതന ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ ദക്ഷയെക്കുറിച്ച് പരാമർശമുണ്ട്. അവിടെ അദ്ദേഹത്തെ ആദിത്യൻ, അദിതി ദേവിയുടെ മകൻ എന്നാണ് പറയുന്നത്. ബ്രാഹ്മണരിൽ അദ്ദേഹത്തെ സ്രഷ്ടാവായ പ്രജാപതിയായി പറയുന്നു. ഒരു പ്രധാന സവിശേഷതയായി മാറിയ അദ്ദേഹത്തിൻ്റെ യജ്ഞവും ആടിൻ്റെ തലയും ഉൾപ്പെടെയുള്ള ദക്ഷ പ്രജാപതിയുടെ പ്രധാന കാര്യങ്ങൾ തൈത്തിരീയ സംഹിതയിൽ കാണപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ മനസ്സിൽ അഥവാ സങ്കല്പത്തിൽ ജനിച്ചവൻ ഒരാളായിരുന്നു ദക്ഷ പ്രജാപതി. ബ്രഹ്മാവ് തൻ്റെ പെരുവിരലിൽ നിന്നും പ്രപഞ്ച സൃഷ്ടിയിൽ തന്നെ സഹായിക്കാനായി സൃഷ്ടിച്ചതാണ് ദക്ഷ പ്രജാപതിയെ എന്ന് പുരാണങ്ങളിൽ കാണപ്പെടുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൊട്ടിയൂരിലെ രാത്രി ശീവേലി കാണാം. 12 പ്രദക്ഷിണമാണ് ഈ രാത്രി ശീവേലിയിൽ ഉള്ളത്. ദക്ഷ പ്രജാപതിയെപ്പറ്റി കുറച്ചുകൂടി പറയാം. വൃക്ഷങ്ങളുടെ പുത്രിയും ചന്ദ്രദേവൻ്റെ വളർത്തുപുത്രിയുമായ മാരിഷിയുടെയും പ്രജേതസ്സുകളുടെയും പുത്രനായി ദക്ഷ പ്രജാപതി ജനിച്ചു എന്ന കഥയും പുരാണങ്ങളിൽ കാണപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്താൽ ദേവന്മാർ, അസുരന്മാർ, ഋഷികൾ, ഗന്ധർവന്മാർ, നാഗങ്ങൾ തുടങ്ങിയവരെ ദക്ഷൻ സൃഷ്ടിച്ചെങ്കിലും ഇവരുടെ സംഖ്യ പരിമിതമായതിനാൽ പ്രജാസൃഷ്ടിയുടെ ഉദ്ദിഷ്ടഫലം ലഭിച്ചില്ല. വിന്ധ്യപർവ്വതത്തിൽ
തപസ്സനുഷ്ഠിച്ച ദക്ഷൻ്റെ മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷനായി അസിഗ്നിയെ പത്നിയായി നൽകി. ദക്ഷന് പിൽക്കാലത്ത് മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെയും പത്നിയായി ലഭിച്ചു. അസിഗ്നിയിൽ ജനിച്ച 5000 പുത്രന്മാർ ഹര്യശ്വരന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രജാസൃഷ്ടിയിൽ തന്നെ സഹായിക്കാൻ ദക്ഷൻ അഭ്യർത്ഥിച്ചെങ്കിലും ഇവർ നാരദൻ്റെ ഉപദേശം സ്വീകരിച്ച് ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സത്യാന്വേഷകരായി ലോകം ചുറ്റി നടന്നു. ദക്ഷന് പിന്നീടുണ്ടായ 1000 പുത്രന്മാർ ശബലാന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇവരും ജ്യേഷ്ഠന്മാരുടെ പാത പിന്തുടർന്നു. നാരദന്റെ ഉപദേശത്താൽ കുട്ടികൾ ലൗകിക ജീവിതം ഉപേക്ഷിച്ചതിൽ കുപിതനായ ദക്ഷൻ നാരദനെ ഒരിടത്തും സ്ഥിരമായി വസിക്കാതെ ലോകം ചുറ്റി നടക്കാൻ ഇടവരും എന്ന് ശപിച്ചു. പിന്നീട് ദക്ഷന് അസിഗ്നിയിൽ 60 പുത്രിമാരാണ് ഉണ്ടായത്. ഇവരെയും പ്രസൂതിയിൽ ജനിച്ച 24 പുത്രിമാരെയും കശ്യപൻ, ചന്ദ്രൻ, ധർമ്മദേവൻ തുടങ്ങിയവർക്ക് വിവാഹം ചെയ്തു നൽകി. സതിയെ ശ്രീ പരമശിവനാണ് വിവാഹം കഴിച്ചത്. ഉത്സവകാലങ്ങളിൽ നടക്കുന്ന ശീവേലി എഴുന്നള്ളത്തിൽ പെരുമാളിൻ്റെ തിടമ്പിന് മുന്നിലായാണ് സതീദേവിയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. വടക്കേ മലബാറിൽ പൊതുവെ കണ്ടുവരുന്ന വഴക്കം തന്നെയാണിത്. ഊർജ സ്വരൂപിണികളായ അമ്മദൈവങ്ങളെ കെട്ടിയാടുന്ന ഈ നാടിൻ്റെ പാരമ്പര്യം തന്നെയാണ് കൊട്ടിയൂരിലും കാണുന്നത്. സ്വപിതാവിൻ്റെ നിന്ദയാൽ ദേഹത്യാഗം ചെയ്ത സതീദേവിയെയും പെരുമാളിനൊപ്പം കൊട്ടിയൂർ കൂട്ടായ്മ നെഞ്ചിലേറ്റുന്നുണ്ട്. കൊട്ടിയൂരിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കാം, എന്നാലും 2 വാക്ക്. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട്. ഇങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു. പാല്, നെയ്യ്, ഇളനീര് അഥവാ കരിക്ക് എന്നിവ കൊണ്ടാണ് അഭിഷേകം. തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു നദിയുടെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്. ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്.
ഉത്തര മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. വടക്കുംകാവ്, വടക്കീശ്വരം, തൃച്ചെറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട്. കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ. ഭൃഗു മഹർഷിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത്. കൊട്ടിയൂർ പണ്ടുകാലത്ത് കട്ടൻ മലയോടർ എന്ന രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു. പിന്നീട് ഈ രാജവംശം നശിച്ചതും അവരുടെ കയ്യിൽ നിന്നും ഈ സ്ഥലം നഷ്ടമാവുകയും ചെയ്തു. മൃത്യുഞ്ജയമൂർത്തി, ഉമാമഹേശ്വരൻ, ഓംകാരമൂർത്തി, പരബ്രഹ്മമൂർത്തി തുടങ്ങിയ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത്. പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കോപാകുലനായ ശിവൻ ജടപറിച്ചു നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു. മൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ ശിവൻ പുനർജീവിപ്പിച്ചു. യാഗം പൂർത്തിയാക്കി ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി. പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയത്രേ. വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നു കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് കരുതപ്പെടുന്നു. മലയാള മാസമായ ഇടവം മാസത്തിലെ ചോതി അഥവാ സ്വാതി ദിവസത്തിലാണ്, അതായത് മെയ് ജൂൺ മാസങ്ങളിൽ ഉത്സവം തുടങ്ങുക. നെയ്യാട്ടത്തോടുകൂടെയാണ് ഉത്സവം തുടങ്ങുക. 28 ദിവസത്തിന് ശേഷം തിരുകലശാട്ടോടുകൂടെ ഉത്സവം സമാപിക്കുന്നു. മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാനാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത്. താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ്. വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയാന്മാരാണ്. അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ അഥവാ ശാലിയ സമുദായക്കാരനുമാണ്. ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളത്തുണ്ട്. ബാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണ്. സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവയിലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണിത്. മണത്തണയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ണാരം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ണാരം എഴുന്നള്ളത്ത്. ഭണ്ണാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരേക്ക് പ്രവേശനമുള്ളൂ.
എടവത്തിലെ ചോദ്യനാളിൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു. ഈ വാള് കൊണ്ടാണ് വീരഭദ്രൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം. മുതിരേരിക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു. ഈ ഉത്സവം ദക്ഷയാഗത്തിന് സമാനമാണ് എന്ന് കരുതപ്പെടുന്നു. ജീവൻചിറ ശാന്തമായിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്ത് നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരാന്മാർ കൊട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ്. ഈ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകൾ നെയ്യാട്ടം, ഇളനീരാട്ടം എന്നിവയാണ്. വിഗ്രഹത്തിൽ നെയ്യഭിഷേകം, ഇളനീരഭിഷേകം എന്നിവയാണ് ഈ ചടങ്ങുകളിൽ നടക്കുക. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഇളനീരാട്ടം. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് വിശ്വാസികളായ തീയർ സമുദായക്കാർ കൊണ്ടുവരുന്ന ഇളനീർ അഥവാ കരിക്ക്, വെട്ടിയെടുക്കുന്ന കരിക്കിൻ വെള്ളം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത്. ഇളനീരാട്ടത്തിന്റെ തലേന്ന് നടക്കുന്ന ഇളനീർ വെപ്പും ഉത്സവത്തിലെ പ്രധാന ചടങ്ങാണ്. ഹിന്ദു മതത്തിൽ പരമേശ്വരനായ ശിവനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ് ശിവലിംഗം അല്ലെങ്കിൽ ലിംഗം. സംസ്കൃതത്തിൽ ലിംഗം എന്നാൽ അടയാളം, ഒരു ചിഹ്നം എന്നാണ് അർത്ഥമാക്കുന്നത്. പുരാതന പിതൃദൈവത്തിന്റെ ചിഹ്നമായി ഇതിനെ കണക്കാക്കുന്നു. ഈശ്വരന്റെ ഊർജത്തിന്റെയും കഴിവിന്റെയും പ്രതീകമായാണ് ഹൈന്ദവ വിശ്വാസികൾ ശിവലിംഗത്തെ ആരാധിക്കുന്നത്. ശിവക്ഷേത്രങ്ങളിൽ ലിംഗം പലപ്പോഴും മധ്യഭാഗത്താണ്. ചുറ്റും മറ്റു ദേവതകളുടെ പ്രതിഷ്ഠയുണ്ടാവും. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ലിംഗങ്ങളുടെ 5 രൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലിംഗരൂപങ്ങൾ പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പാൽ, വെള്ളം, പുഷ്പങ്ങൾ, പുല്ലിന്റെ ഇളം മുളകൾ, പഴങ്ങൾ, ഇലകൾ, വെയിലത്തുണക്കിയ അരി എന്നിവയാൽ ശിവലിംഗത്തെ പൂജിക്കുന്നു. ശിവലിംഗത്തെ ജനങ്ങൾ സാക്ഷാൽ പരമശിവനായി തന്നെ കണക്കാക്കുന്നു. ശിവലിംഗം എപ്പോഴും മാതാ ആദിപരാശക്തിയുടെ പ്രതീകമായ യോനിയെ പ്രതിനിധീകരിക്കുന്നു. സ്ത്രീ അഥവാ സൃഷ്ടിപരമായ ഊർജം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. സ്ത്രീയുടെയും പുരുഷന്റെയും അവിഭാജ്യ ശക്തിയെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓം